ലാലേട്ടൻ്റെ ബറോസ് കണ്ട് ആളുകൾ ഇറങ്ങി വരികയാണ്. കൂടുതലൊന്നും പറയാനില്ല, നേരെ ആളുകളുടെ പ്രതികരണത്തിലേക്കാണ്. അങ്ങനെയുണ്ട്. നല്ല പടം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, അപ്പം നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഫാൻറ്റസി ഫെയറി ടെയിൽ ബുക്കൊക്കെ വായിക്കുന്ന പോലെ ഡീറ്റെയിലിംഗ് ആയിട്ട് നല്ല മൂവി. ആദ്യത്തെ മൂവിയാന്ന് തോന്നുന്നില്ല, സംവിധായകൻ്റെ ആദ്യ ഒരു ഇതാന്ന് തോന്നുന്ന പോലെ നന്നായി ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ 3D എടുത്തു പറയേണ്ടതാണ്, തുടക്കം മുതൽ അവസാനം വരെ 3D നല്ല എഫക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബറോസ് എങ്ങനെ? ബറോസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ലാലേട്ടൻ സംവിധാനം ചെയ്തതാണെന്ന് ഞങ്ങൾക്ക് സംശയം. അത്രയും ഗംഭീരമായ പടം മോഹൻലാൽ സംവിധാനം ചെയ്താന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ബറോസ് കണ്ടിറങ്ങിയതല്ലേ, ഇഷ്ടപ്പെട്ടോ? നല്ലോണം ഇഷ്ടപ്പെട്ടത്. ലാസ്റ്റില് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ലാസ്റ്റത്തെ സ്ക്രീൻ എൻ്റെ മോനെ മോഹൻലാൽ ഒരു പൊളിച്ച് ലാസ്റ്റത്തെ സ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് 3D ആയതുകൊണ്ട് എനിക്ക് ഇത് അടുത്ത് വരുന്ന പോലെ പേടിയായിട്ട് സൂപ്പറായിരുന്നു. നമ്മളെ ലാലേട്ടൻ്റെ സംവിധാനത്തിൽ വരുന്ന ആദ്യത്തെ സിനിമ അടിപൊളി. കുട്ടികൾക്ക് വേണ്ടി ലാലേട്ടൻ ഇങ്ങനെ ഒരു ഇത് ചെയ്താൽ വലിയവർക്ക് എങ്ങനെയാണെന്നല്ല, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ലാലേട്ടൻ ഓൾ ഇൻ ഓൾ ആണോ? ഓ അടിപൊളി, അതിയായിട്ടല്ല നല്ല പടമാണ്, കല്ലൊക്കെ സീനായിരുന്നു. പിന്നെ ചില ഇതിലൊക്കെ അത്യാവശ്യം സാഡൊക്കെ ആയി ലാസ്റ്റ് ആകുമ്പോഴേക്ക്, പക്ഷേ സിനിമ ഓവറോൾ നല്ല ഇഷ്ടമായി. മോഹൻലാൽ ആക്ടിങ് എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ കുറച്ചൊക്കെ സാഡായി, ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നല്ലോണം ഇഷ്ടമായി. കുട്ടികൾക്ക് നല്ല രസമായിരുന്നു, കുട്ടികൾ നന്നായിട്ട് ആസ്വദിച്ചു. അവർ ചിരിക്കുന്നുണ്ടായിരുന്നു, ചില സമയത്ത് സങ്കടം വരുന്നുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേടിയും തോന്നി. അല്ലാണ്ട് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഫസ്റ്റ് സംരംഭം അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാ? ആർക്ക് ഇഷ്ടമായ പറയൂ. അവർക്ക് നന്നായിട്ട് ആസ്വദിച്ചു, ഇമോഷൻസ് ഒക്കെ വന്നു, ഇങ്ങനെ കണ്ണു കൂട്ടിയിരിക്കുക, ഞെട്ടൊക്കെ ചെയ്തു. മോളോ 3D തന്നെ കണ്ടു. സൂപ്പറാണ്, ഒരു വേൾഡ് ലെവലാ, നല്ലൊരു ഒന്നും പറയാനില്ല, ഒന്നിനെ പറയണം പ്രതീക്ഷയില്ല. ബറോസ് ജനങ്ങളെ ഏറ്റെടുത്തു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ കൂടെ അരുൺ കിഷോറാണ് ക്യാമറയിലുള്ളത്. രണ്ടുപേരും ഇന്ന് തന്നെ സിനിമ കാണാനുള്ള പ്ലാനിലാണ്. റിവ്യൂ വിധത്തിൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ പ്രതീക്ഷകളും അത്രത്തോളം ഉയർന്നു നിൽക്കുകയാണ്.